ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് പുളിയിഞ്ചിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഇതാ ഞാൻ ഈ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി 4 വലിയ കഷ്ണം ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ 1 കപ്പ് പുളി എടുത്ത് അതിൽ ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കടുക് പൊട്ടിയതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറിയ തീയിൽ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അങ്ങനെ ഇത് ഇഞ്ചിയെല്ലാം നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ പുളി പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി പിഴിഞ്ഞെല്ലാം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 3 വെല്ലം മെൽറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.